മലയാള സിനിമാ പ്രേമികൾ ഏറെക്കാലമായിട്ട് കാത്തിരുന്ന ഒരുപാട് ചിത്രങ്ങൾ ഇപ്പോഴത്തെ OTT റിലീസിന് തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് മെയ് മാസത്തിൽ OTT റിലീസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാളം, തമിഴ്, ഹിന്ദി സിനിമകളെ കുറിച്ചൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ മാസം റിലീസ് ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കിയാണ് തല അജിത്ത് കേന്ദ്ര കഥാപാത്രം എടുത്തിയ ഗുഡ് ബാഡ് ഉംഗ്ലി എന്ന് പറയുന്ന സിനിമയാണ്. തല അജിത്തിലെ കേന്ദ്ര കഥാപാത്രയ്ക്ക് ആദിക് രവിചന്ദ്രൻ അണിയിച്ചൊരുക്കിയ ചിത്രം വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് 250 കോടി പിന്നിട്ട് വൻ വിജയത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ഈ വരുന്ന മെയ് മാസം 8-ാം തീയതി ഈ ഒരു സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. തമിഴിന് പുറമെ മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷയോടെയായിട്ട് നമുക്ക് ഈ ഒരു സിനിമ കണ്ടാസ്വദിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം തിയേറ്ററിലോട്ട് എത്തിയ ചിത്രമായിരുന്നു ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രം എടുത്തിയ മരണമാസം എന്ന് പറയുന്ന സിനിമ. ചിത്രം വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ബേസിലിനൊപ്പം തന്നെ സുരേഷ് കൃഷ്ണ, സിജു സണ്ണി, രാജേഷ് മദൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ 20 കോടിക്കടുത്തുള്ള തുക കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ സോണി ലൈവ് സ്വന്തമാക്കി എന്നറിയാൻ സാധിച്ചിട്ടുണ്ട്. സോണി ലൈവ് ഈ വരുന്ന മെയ് മാസം 15-ാം തീയതി ഈ സിനിമ സ്ട്രീമിംഗ് നടത്തുന്നതായിരിക്കും. മലയാളത്തിന് പുറമെ തന്നെ നമുക്ക് തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷകളുടെയായിട്ട് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മെയ് മാസത്തിൽ റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ സിദ്ധാർത്ഥ് ഭരതൻ കേന്ദ്ര കഥാപാത്രം എടുത്തിയ പറന്ന് ചെല്ലാൻ എന്ന് പറയുന്ന സിനിമയാണ്. ജിഷ്ണു ഹരീന്ദ്രനായി ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ മനോരമ മാക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. മനോരമ മാക്സ് വരുന്ന മെയ് മാസം 16-ാം തീയതി ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാസം റിലീസ് ചെയ്യുമ്പോൾ മറ്റു ചിത്രങ്ങളെ കുറിച്ച് നോക്കണം. ഒന്നാമത്തെ ചിത്രം മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം എടുത്തിയ ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടേതാണ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് എന്നാണ് ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ലെങ്കിലും മെയ് മാസത്തിൽ തന്നെ ചിത്രത്തിന് OTT റിലീസ് ഉണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാഗതനായ ഡീനോ ഡെനീസ് അണിയിച്ചൊരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ OTT റിലീസിൽ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ബാബുനെ കേന്ദ്ര കഥാപാത്രം എടുത്തിരിക്കുന്ന ഹണ്ട് എന്ന് പറയുന്ന സിനിമ. ബാബുനെ കേന്ദ്ര കഥാപാത്രമാക്കി ഷാജി കൈലാസ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ഹണ്ട് എന്ന് പറയുന്ന സിനിമ. ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ മനോരമ മാക്സ് സ്വന്തമാക്കി എന്നറിയാൻ സാധിച്ചിട്ടുണ്ട്. മനോരമ മാക്സ് മെയ് മാസത്തിൽ തന്നെ ഈ ഒരു സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രത്തിന്റെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു തുടരും എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ റെക്കോർഡ് തുകയ്ക്ക് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി എന്നറിയാൻ സാധിച്ചിട്ടുണ്ട്. ലാലേട്ടൻ, ശോഭന തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺ മൂർത്തിയാണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായത്. 100 കോടി പിന്നിട്ട് 200 കോടി കൊതിപ്പിട്ടുകൊണ്ടാണ് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ജൂൺ മാസത്തോടുകൂടി ചിത്രം OTT പ്ലാറ്റ്ഫോമായിട്ടുള്ള ഹോട്ട്സ്റ്റാറിൽ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ലഭ്യമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് ചിത്രങ്ങളുടെ കൺഫേം അല്ലാത്ത അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന ദിലീപേട്ടൻ ചിത്രം ബാന്ദ്ര, തങ്കമണി, അതോടൊപ്പം തന്നെ നിവിൻ പോളി ചിത്രം രാമചന്ദ്ര ബോസ് ആൻഡ് കോ തുടങ്ങിയ സിനിമകളുടെ എല്ലാം തന്നെ OTT റിലീസായിട്ട് സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയാണ്. ആമസോൺ പ്രൈം വീഡിയോസ് ഈ സിനിമയുടെ റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കുന്ന അപ്ഡേറ്റുകൾ ഇടയ്ക്ക് ലഭ്യമായെങ്കിലും പിന്നീട് അതിനെക്കുറിച്ചുള്ള യാതൊരുവിധ അപ്ഡേറ്റുകളും ലഭ്യമായിട്ടില്ല. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ വരും ദിവസങ്ങളിൽ തന്നെ ഈ ഒരു ചിത്രങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു OTT പ്ലാറ്റ്ഫോം വഴി നമുക്ക് കാണാൻ സാധിക്കും അറിയാൻ വേണ്ടി. അപ്പം മെയ് മാസം നിങ്ങൾ ഏത് ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.